ഹലോ മക്കളെ, അങ്ങനെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയ് 2-ാം വാരത്തിൽ റിസൾട്ട് വരുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് 9-നാണ് നമ്മുടെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും വളരെ ടെൻഷനിലായിരിക്കും. എത്ര A+ ഉണ്ടാകും, നമ്മൾ വിചാരിച്ചതുപോലെ A+ കിട്ടുമോ, +1 എവിടെയായിരിക്കും അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് എല്ലാവരും ടെൻഷനിലായിരിക്കും. പക്ഷെ ആരും ടെൻഷൻ അടിക്കേണ്ട, കോൺഫിഡൻ്റ് തന്നെ ഇരിക്കുക. നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടട്ടെ. അപ്പോൾ ഇനി മക്കളെല്ലാവരും +1ലേക്കാണ്. അപ്പോൾ +1 കൊമേഴ്സ് എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ +1 കൊമേഴ്സ് എടുക്കാം എന്ന് തീരുമാനിച്ചവരോടുമാണ് ഇനി പറയാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ദിവസങ്ങളായി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, +1 കൊമേഴ്സ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതുവരെ, അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കൊമേഴ്സിൽ പഠിക്കാൻ പോകുന്നതൊക്കെ ഒരുപാട് തവണയായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് കൊമേഴ്സിലെ ഓരോ സബ്ജക്റ്റുകളെയും ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പല സംശയങ്ങളായിരിക്കും. കൊമേഴ്സിൽ മാത്സ് പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ മക്കളുടെയും മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിഡ്ജ് കോഴ്സ്. അപ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഓരോ സബ്ജക്ട്സിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അക്കൗണ്ടൻസിയിൽ, ബിസിനസ് സ്റ്റഡീസിൽ, എക്കണോമിക്സിലൊക്കെ പഠിക്കാനുണ്ടാവുക എന്നതിൻ്റെ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സിലൂടെ കിട്ടുന്നതായിരിക്കും. ബ്രിഡ്ജ് കോഴ്സ് കഴിയുന്നതോടുകൂടി കൊമേഴ്സ് എടുക്കണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ സംശയത്തിന് ഒരു ഉത്തരമായിട്ടുണ്ടാവും. പിന്നെ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ യുവ ബാച്ചിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്കൂൾ തുറന്ന് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ നമ്മളൊരു 2-3 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനിയും നമ്മുടെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം നമുക്ക് ക്ലാസ്സുകളൊന്നും മിസ്സാകരുത്. ആദ്യം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. നമുക്കറിയാം നമ്മുടെ എക്സാം പേപ്പർ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.